പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്രഷ്ടാവായ സകലത്തിൻ്റെയും നിയന്താവായ അത്യുന്നത ദൈവത്തിന് എല്ലാം മഹത്വവും നമുക്ക് നൽകാം. അവിടുന്ന് എല്ലാം മഹത്വത്തിനും സ്തുതിക്കും ആരാധനയ്ക്കും യോഗ്യനാണ്. തൻ്റെ സ്നേഹത്താൽ നമ്മെ സൃഷ്ടിച്ച് അവിടുത്തെ പുത്രനെ നമുക്ക് നൽകി, നമുക്ക് രക്ഷ നൽകി, നമുക്ക് വേണ്ടി അധ്വാനിച്ച് നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ച് കാത്തിരിക്കുന്ന വാത്സല്യനിധിയായ അത്യുന്നത ദൈവപിതാവിനെ നമ്മുടെ ഓരോ ചിന്തയിലും വാക്കിലും പ്രവൃത്തികളിലും എല്ലാം നമുക്ക് മഹത്വപ്പെടുത്താം. അവിടുത്തെ അതിപരിശുദ്ധമായ നാമത്തിന് എല്ലാം മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനങ്ങൾ 89:8 സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, വിശ്വസ്തത ധരിച്ചിരിക്കുന്ന അങ്ങയെപ്പോലെ ബലവാനായി ആരുണ്ട്? ഇപ്പം സങ്കീർത്തനകൻ ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവനെന്ന് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന ദാവീദ് മഹാരാജാവ് ഇപ്രകാരം ദൈവസന്നിധിയിൽ ഏറ്റുപറയുക: സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, വിശ്വസ്തത ധരിച്ചിരിക്കുന്ന അങ്ങയെപ്പോലെ ബലവാനായി ആരുണ്ട്? അപ്പോൾ കഴിഞ്ഞ ശുശ്രൂഷയിൽ നമ്മൾ കണ്ടു, നമുക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും വിശ്വസ്തനായവനാണ് അത്യുന്നത ദൈവം. അവിടുന്ന് തൻ്റെ വാക്കുകളിലും പ്രവൃത്തികളിലും തൻ്റെ വിളിയിലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതിലുമെല്ലാം വിശ്വസ്തനാണ് എന്ന് ദൈവത്തിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവമക്കളുടെ അനുഭവം സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവജനത്തിൻ്റെ ചരിത്രം മുഴുവൻ സാക്ഷ്യപ്പെടുത്തുന്നതും അതുതന്നെയാണ്. അപ്പോൾ ഇവിടെ ദൈവത്തെ പ്രകീർത്തിക്കുന്നു, വിശ്വസ്തത ധരിച്ചിരിക്കുന്ന ദൈവം. അതുകൊണ്ട് സങ്കീർത്തനോട് ചേർന്ന്, ദാവീദിനോട് ചേർന്ന് നമുക്കും ദൈവത്തെ, അവിടുത്തെ വിശ്വസ്തതയെ പ്രതി മഹത്വപ്പെടുത്താം. വിശ്വസ്തനായ ദൈവമേ, വിശ്വസ്തനായ അത്യുന്നത രാജാവായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ വിശ്വസ്തതയെ സകല സൃഷ്ടികളുടെയും സർവ മനുഷ്യരുടെയും സർവചരാചരങ്ങളുടെയും മുൻപിൽ അവിടുത്തെ മക്കൾ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഏറ്റുപറയുന്നു, മഹത്വപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് തന്നെയാണ് നാം ഇപ്പോഴും കാണുക. അവിടുത്തെ പദ്ധതിയിൽ വിശ്വസ്തനാണ്. നമ്മളൊത്തിരി മനുഷ്യരുടെ പദ്ധതികൾ വെച്ച് കേൾക്കാറുണ്ട്. വ്യക്തിപരമായ പദ്ധതികൾ, കുടുംബത്തിൻ്റെ പദ്ധതികൾ, ഏതെങ്കിലും സമൂഹത്തിൻ്റെ പദ്ധതികൾ, ഏതെങ്കിലും സമൂഹത്തിലെ പ്രത്യേക വിഭാഗങ്ങളുടെ പദ്ധതികൾ, അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരുടെ പദ്ധതികൾ, അങ്ങനെ അനേകം പദ്ധതികളെക്കുറിച്ച് കേൾക്കാറുണ്ട്. എന്നാൽ ദൈവവചനം സാക്ഷ്യപ്പെടുത്തുന്നു, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, എന്നാൽ അന്തിമ തീരുമാനം കർത്താവിൻ്റേതത്രേ. അപ്പോൾ മനുഷ്യൻ നിരൂപിക്കുന്ന പദ്ധതികൾ പോലെ അല്ല ദൈവത്തിൻ്റെ പദ്ധതി. മനുഷ്യൻ്റെ പദ്ധതികൾ പരാജയപ്പെടാം, മനുഷ്യൻ്റെ പദ്ധതികൾ നൈമിഷികമാകാം, മനുഷ്യൻ്റെ പദ്ധതികൾ മാനുഷിക ചിന്തയുടെ അടിസ്ഥാനത്തിലാണ്, മനുഷ്യൻ്റെ പദ്ധതികൾ ഈ ലോക ജീവിതത്തെക്കുറിച്ച് മാത്രമാണ്, മനുഷ്യൻ്റെ പദ്ധതികൾ ഭൗതികമാണ്. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെയല്ല. അവിടുത്തെ പദ്ധതി അവിടുത്തെ അനന്തമായ മക്കളോടുള്ള സ്നേഹത്തിൽ നിന്ന്, അവിടുത്തെ സർവജ്ഞാനത്തിൽ നിന്ന്, അവിടുത്തെ നീതിയിൽ നിന്ന്, അവിടുത്തെ അത്യുന്നത മഹത്വത്തിൽ നിന്ന്, അവിടുത്തെ പരിശുദ്ധിയിൽ നിന്ന് പുറപ്പെടുന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി ആരെക്കുറിച്ച്? അവിടുത്തെ മക്കളെക്കുറിച്ചുള്ള പദ്ധതി. എഫെസൂസ് 1:4 തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ, എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ യേശുക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. അപ്പോൾ ദൈവം എന്തിനാണ് മക്കളെ സൃഷ്ടിച്ചത് എന്നതിൻ്റെ ഉത്തരമാണ് ഈ വചനം. ദൈവം ഒരു തമാശയ്ക്കോ കളിതമാശയായിട്ടോ സൃഷ്ടിച്ചതല്ല മക്കളെ. അല്ലെങ്കിൽ ഏതെങ്കിലും രാസപദാർത്ഥങ്ങൾ
ആകസ്മികമായി ഏതെങ്കിലും ഉൽക്ക വന്ന് ഭൂമിയെ ഇടിച്ച് ഭൂമിയിലുണ്ടായി, അങ്ങനെ ഈ രാസപദാർത്ഥങ്ങൾ ചേർന്ന ഈ ബയോസൂപ്പിൽ ഏതോ ആകസ്മിക സംഭവങ്ങളുണ്ടായതിൻ്റെ പേരിൽ എത്രയോ ആകസ്മികമായ ഒരു ചാൻസിൻ്റെ ഫലമായി ഏകകോശ ജീവി ഉണ്ടായി. അത് ഏതൊക്കെയോ ചാൻസ് വഴി ഉണ്ടായി എത്തിച്ചേർന്നൊരു വ്യക്തി, ഒരു ജീവിയാണ് മനുഷ്യൻ എന്നല്ല ദൈവം പഠിപ്പിക്കുന്നത്. അത് ദൈവത്തെ അറിയാത്തവരുടെയും ദൈവത്തെ അറിയാൻ മനസ്സില്ലാത്തവരുടെയും കാഴ്ചപ്പാട്. ദൈവം അവിടുത്തെ സ്നേഹത്തിൽ നിന്ന് ജന്മം നൽകിയവരാണ് ദൈവമക്കൾ. അതുകൊണ്ടാണ് ദൈവത്തെ പിതാവ്, ജന്മം നൽകുന്നവൻ, തൻ്റെ അസ്തിത്വത്തിന് കാരണം ആയിരിക്കുന്നവൻ, തനിക്ക് അസ്തിത്വവും ജീവനും നൽകിയവൻ, തനിക്ക് ആത്മാവ് നൽകിയവൻ എന്ന അർത്ഥത്തിൽ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്തിനാണ് അവിടുന്ന് മക്കളെ സൃഷ്ടിച്ചത്? നേരം പോക്കിനല്ല. അവിടുത്തെ മുൻപിൽ ദൈവപിതാവിനോട് കൂടെ മക്കൾ എന്നും അനന്തകാലം അമർത്യരായി, അനശ്വരരായി, സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായി എന്നേക്കും ജീവിക്കാൻ. നിങ്ങൾ മാതാപിതാക്കള് ആഗ്രഹിക്കുന്നില്ലേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം? അവർ പരസ്പരം സ്നേഹിച്ചും അവർ നിങ്ങളെയും നിങ്ങൾ അവരെയും സ്നേഹിച്ച് ഒരു സ്നേഹത്തിൽ ഒന്നായി ജീവിക്കണം എന്നാഗ്രഹിക്കാത്ത മാതാപിതാക്കൾ വല്ലവരും ഉണ്ടോ നിങ്ങളുടെ കൂടെ? അപ്പോൾ ദുഷ്ടരായ മനുഷ്യരിങ്ങനെയാണെങ്കിൽ നല്ലവനായ സ്നേഹനിധിയായ ദൈവം എത്രയധികം ആഗ്രഹിക്കും. അപ്പോൾ അവിടുന്ന് മക്കളെക്കുറിച്ച് ഒരു പദ്ധതി നിരൂപിച്ചിട്ടാണ്, ഒരു പദ്ധതി മനസ്സിൽ സൂക്ഷിച്ചിട്ടാണ് മക്കൾക്ക് ജന്മം നൽകുന്നത്. ഈ പദ്ധതിയിൽ അവിടുന്ന് വിശ്വസ്തനാണ്. ജെറമിയ 29:11 കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള ആരെയാണോ ദൈവം യേശുക്രിസ്തുവിൽ ലോകസ്ഥാപനത്തിന് മുൻപ് തെരഞ്ഞെടുത്തത് അവരെക്കുറിച്ച്. ഇത് കൃത്യമായി നാം മനസ്സിലാക്കണം. ആരെക്കുറിച്ചാണ് ഈ പറയണത്? കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിത്യമായ ക്ഷേമം. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ അതൊരു ഭാവിയെക്കുറിച്ചുള്ള പദ്ധതിയാണ്. അതായത് ഈ ലോക ജീവിതത്തിൽ ഇവിടെ സമ്പത്തും മഹത്വവും സുഖഭോഗങ്ങളും നേടുന്നതിനെ കുറിച്ചുള്ള ഒരു പദ്ധതിയല്ല. ഇന്ന് ലോകത്തിൽ അനേകര് ഈ ദൈവവചനം വളച്ചൊടിച്ച് വിറ്റ് കാശാക്കി സാമ്പത്തിക നേട്ടവും മഹത്വവും ഒക്കെ നേടുന്നുണ്ട്. രോഗം മാറാനുള്ള പദ്ധതി എന്ന് പറഞ്ഞ്, വീട് വെക്കാനുള്ള പദ്ധതി എന്ന് പറഞ്ഞ്, പെണ്ണിനെ കെട്ടിക്കാനുള്ള പദ്ധതി എന്ന് പറഞ്ഞ്, മക്കൾക്ക് വിദേശ ജോലി കിട്ടാനുള്ള പദ്ധതി എന്നൊക്കെ പറഞ്ഞ്, ഇതൊന്നും ദൈവത്തിൻ്റെ പദ്ധതിയല്ല. ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞ് ഇത് കേൾക്കാൻ ആഗ്രഹിച്ചു വരുന്നവരുടെ കാതുകളെ സുഖിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന പദ്ധതികളൊക്കെ പറഞ്ഞ് സമ്പത്ത് നേടിയെടുത്ത് ദൈവവചനം വിറ്റ് കാശാക്കി ജീവിക്കുന്നവർ അങ്ങനെ അനേകരുണ്ട്. ഇതൊന്നും ദൈവത്തിൻ്റെ പദ്ധതിയല്ല. അത് നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള പദ്ധതിയാണ്. വരാനിരിക്കുന്ന ലോകത്തിൽ നാം എന്തായിരിക്കണമോ അതിനെക്കുറിച്ചുള്ള പദ്ധതിയാണ്. ദൈവത്തോടൊത്ത് നാം ജീവിക്കുന്നതിനെ കുറിച്ചുള്ള പദ്ധതി, അതിനുവേണ്ടി ഇവിടെ പൂർത്തിയാകേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള പദ്ധതി, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. പക്ഷെ എവിടെയാണ് ഈ പദ്ധതി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്? ദൈവത്തിൻ്റെ മനസ്സിൽ, അത്യുന്നതനായ പിതാവിൻ്റെ മനസ്സിൽ. ഈ പദ്ധതി മനുഷ്യന് വിചാരിക്കുന്ന പദ്ധതിയല്ല എന്നത് കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പദ്ധതി എന്താണെന്ന് യഥാർത്ഥത്തിൽ വെളിപ്പെടുന്നത് ഈ ദൈവവചനങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുന്ന കാലത്താണ്, അഥവാ അന്ത്യകാലത്താണ്. ഈ പദ്ധതി വെളിപ്പെടുത്തപ്പെടുന്നത് സദ്വാർത്ത എന്ന അന്ത്യകാലത്ത് ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു ദൈവവചന പ്രഘോഷണത്തിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, സിയോനിൽ പ്രഘോഷിക്കപ്പെടുന്ന ഈ സദ്വാർത്തയിലൂടെ, ദൈവമയച്ച സദ്വാർത്ത ദൂതനിലൂടെ ഈ പദ്ധതി വെളിപ്പെടുത്തപ്പെട്ടു. ഈ പദ്ധതി നിവൃത്തിയാക്കുന്നതിൽ, ഈ പദ്ധതി പൂർത്തിയാക്കുന്നതിൽ അത്യുന്നതനായ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. എഫെസോസ് 1:9-11 ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടമനുസരിച്ച്, യേശു ക്രിസ്തുവിൽ ദൈവം തൻ്റെ അഭീഷ്ടം വ്യക്തമാക്കി. പക്ഷെ ഇത് 2000 വർഷം മുമ്പ് പൂർത്തിയായിട്ടില്ല. കുറേ ആളുകൾ കരുതുന്നു യേശു ക്രിസ്തു 2000 വർഷം മുമ്പ് വന്നു, നമുക്ക് വേണ്ടി പീഡ സഹിച്ച് മരിച്ച് പാപമോചനം രക്ഷ നമുക്ക് നേടിത്തന്നു, അതോടെ എല്ലാ പദ്ധതിയും പൂർത്തിയായി. ഇല്ല, ദൈവം തൻ്റെ അഭീഷ്ടം പൂർത്തിയാക്കി.
യേശു ക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യത്തെക്കുറിച്ചാണ്. ആ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അനേകം കാര്യങ്ങൾ, ബഹുഭൂരിപക്ഷം കാര്യങ്ങളും പൂർത്തിയാകുന്ന കർത്താവിന്റെ രണ്ടാം വരവില അന്ത്യകാലത്ത്. അപ്പോൾ യേശു ക്രിസ്തുവിൽ വ്യക്തമാക്കിയ ദൈവത്തിന്റെ വിശ്വസ്തമായ അഭീഷ്ടം അതനുസരിച്ച് അവിടുന്ന് തന്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു. അപ്പോൾ ദൈവം ഈ പദ്ധതിയുടെ രഹസ്യം മനസ്സിലാക്കി തരുന്നില്ലെങ്കിൽ അത് ഗ്രഹിക്കാൻ കഴിയില്ല. ഈ പദ്ധതി രഹസ്യമാണ്. ഈ പദ്ധതിയുടെ രഹസ്യം ദൈവം മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഗണമുണ്ട്. ഇതെല്ലാം ദൈവം വ്യക്തമാണ്. അപ്പോൾ ആ പദ്ധതി ദൈവം വിശ്വസ്തയോടെ പൂർത്തിയാക്കുന്ന പദ്ധതി. അതുകൊണ്ടുകൂടിയാണ് അത് രഹസ്യമാക്കിയിരിക്കുന്നത്. ഇത് കാലത്തിന്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും യേശു ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി അത്രേ. അപ്പോൾ ഈ വചനങ്ങൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഇത് കാലത്തിന്റെ പൂർണ്ണതയിൽ അഥവാ അവസാന കാലത്ത് സംഭവിക്കുന്ന പൂർത്തിയാക്കപ്പെടുന്ന പദ്ധതിയാണ്. അവിടെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് വീണ്ടും ഈ ഭൂമിയിൽ ശരീരം ധരിച്ചു വരുന്ന ദൈവപുത്രനിലൂടെ ഒന്നിപ്പിക്കണം. അങ്ങനെ ഒന്നിപ്പിക്കാൻ ദൈവം ഒരുക്കുന്ന ഒരു ഗണമുണ്ട്, ഒരു സ്ഥലമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ, ദൈവവചനത്തിൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരുവാൻ, കാലത്തിന്റെ സമാപ്തിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പേ വെളിപ്പെടുത്തി തരുവാൻ ദൈവം നിയോഗിക്കുന്നവനാണ്, നിയോഗിച്ചയച്ചവനാണ് സദ്വാർത്ത ദൂതൻ. അത് പരിശുദ്ധ ബൈബിളിൽ അനേക ഇടങ്ങളിൽ കാണാം. ദൈവവചനത്തെ വ്യാഖ്യാന ശാസ്ത്രങ്ങളില്ലാതെ അല്ലെങ്കിൽ അന്ധരെ നയിക്കുന്ന അന്ധരുടെ പ്രബോധനങ്ങളില്ലാതെ പച്ചയായി വായിക്കുന്നവർക്ക് ഇത് ഗ്രഹിക്കാൻ കഴിയും. അവർ ഗ്രഹിച്ചാൽ മതി. അപ്പോൾ യേശുക്രിസ്തുവിൽ പൂർത്തിയാകുന്ന, അവന്റെ രണ്ടാം വരവിൽ പൂർത്തിയാകുന്ന ഈ പദ്ധതിയുടെ രഹസ്യങ്ങൾ സദ്വാർത്തയിലൂടെയാണ് വെളിപ്പെടുത്തപ്പെടുന്നത്. തന്റെ ഹിതമനുസരിച്ച് ഈ എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തന്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തെരഞ്ഞെടുത്തു നിയോഗിച്ചു. അപ്പോൾ ഈ പദ്ധതിയുടെ പൂർത്തീകരണം യേശു ക്രിസ്തു വഴിയും വീണ്ടും ശരീരം ധരിച്ചു വരുന്ന ദൈവപുത്രൻ വഴിയും അവനോടൊപ്പം തെരഞ്ഞെടുക്കപ്പെടുന്ന ഗണത്തിലൂടെയുമാണ് നിവൃത്തിയാക്കപ്പെടുന്നത്. അതാണ് നിയോഗിച്ചു നേടി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവീക പദ്ധതികൾ മുഴുവൻ പൂർത്തിയാക്കാൻ ഈ ഭൂമിയിൽ വീണ്ടും ശരീരം ധരിച്ചു വന്ന ദൈവത്തിന്റെ ഏകജാതനാണ് ഇമ്മാനുവേൽ. അവന്റെ വരവ് നമ്മെ അറിയിച്ചവനാണ് സദ്വാർത്തയുടെ ദൂതൻ. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതികളിൽ അവിടുന്ന് വിശ്വസ്തനാണ് എന്ന് അവിടുന്ന് തെളിയിച്ചിരിക്കുന്നു, തന്റെ പുത്രനെ വീണ്ടും അയച്ചു തന്നുകൊണ്ട്. അപ്പോൾ ദൈവമക്കളെ കുറിച്ചുള്ള, തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ അവിടുന്ന് വിശ്വസ്തയോടെ പൂർത്തിയാക്കും. അതുകൊണ്ട് വിശ്വസ്തനായ നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് നമ്മൾ പിതാവ് എന്നാണ് വിളിക്കുന്നത്, അല്ലേ? അത് ആലങ്കാരിക അർത്ഥത്തിലല്ല, അവിടുന്ന് യഥാർത്ഥത്തിൽ പിതാവായതുകൊണ്ടാണ്. അപ്പോൾ പിതാവായ ദൈവം നമുക്ക് ശിക്ഷണം നൽകുന്നതിലും വിശ്വസ്തനാണ്. അത് നാം നശിക്കാൻ വേണ്ടിയിട്ടല്ല, നാം രക്ഷ പ്രാപിക്കാൻ വേണ്ടി. നിയമാവർത്തനം 8:5, പിതാവ് പുത്രൻ എന്ന പോലെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശിക്ഷണം നൽകുമെന്ന് ഹൃദയത്തിൽ ഗ്രഹിക്കുവിൻ. അപ്പോൾ പിതാവായ ദൈവം ശിക്ഷണം നൽകുന്നത് മക്കൾക്കാണ്, അന്യർക്കല്ല. അപ്പോൾ ദൈവപിതാവിനിൽ നിന്നും ശിക്ഷണം നീ സ്വീകരിച്ചാൽ, അത് ദൈവപിതാവിന്റെ ശിക്ഷണമാണെന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ, അതിലൂടെ ദൈവപിതാവ് ആഗ്രഹിക്കുന്ന ഫലം നിന്നിൽ ഉളവാകുന്നുവെങ്കിൽ, കുഞ്ഞെ, നിനക്ക് നിസ്സംശയം അഭിമാനത്തോടെ പറയാം, ഞാൻ ദൈവത്തിന്റെ മകനാണ്, മകളാണ്. കാരണം മക്കളെ മാത്രമേ പിതാവ് ശിക്ഷണത്തിലൂടെ രൂപപ്പെടുത്തുകയുള്ളൂ. 2 മക്കവായർ 6:16, അവിടുന്ന് തന്റെ കാരുണ്യം ഒരിക്കലും നമ്മിൽ നിന്ന് പിൻവലിക്കുന്നില്ല. നമ്മൾ കണ്ടു, അവിടുത്തെ മക്കളോടുള്ള അവിടുത്തെ കാരുണ്യത്തിൽ ദൈവം വിശ്വസ്തനാണ്. വിപത്തുകൾ കൊണ്ട് നമുക്ക് ശിക്ഷണം നൽകുന്നു എങ്കിലും അവിടുന്ന് സ്വജനത്തെ, സ്വന്തം മക്കളെ കൈവിടുന്നില്ല. അപ്പോൾ ശിക്ഷണത്തിലൂടെ നമ്മെ രൂപപ്പെടുത്തി ശുദ്ധീകരിച്ച് തന്റെ പദ്ധതിയുടെ ഫലം സ്വന്തമാക്കുന്ന തരത്തിലേക്ക് അവരെ കൊണ്ടുവരുന്ന ദൈവം
അവിടുത്തെ പ്രവൃത്തികളിലെല്ലാം വിശ്വസ്തനാണ്. പ്രഭാഷകൻ 18:14 തൻ്റെ നീതിവിധികളിൽ താല്പര്യമുള്ളവരോടും തൻ്റെ ശിക്ഷണം സ്വീകരിക്കുന്നവരോടും അവിടുന്ന് ആർദ്രത കാണിക്കുന്നു. അപ്പോൾ ദൈവം ആർദ്രത കാണിക്കുന്നത് അവിടുത്തെ നീതിവിധികൾ അറിയാൻ താല്പര്യമുള്ളവരോടും തൻ്റെ ശിക്ഷണം സ്വീകരിക്കുന്നവരോടുമാണ്. അപ്പോൾ ശിക്ഷണം സ്വീകരിക്കുന്നവരെ തൻ്റെ കരുണയും ദയയും ആർദ്രതയും നിറച്ച് അവരെ രക്ഷിക്കുന്നതിൽ അവിടുന്ന് വിശ്വസ്തനാണ്. ഹെബ്രായർ 12:6-8 കർത്താവിൻ്റെ ശിക്ഷണത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്ന മനോഹരമായൊരു ഭാഗമാണ് ഹെബ്രായർ 12-ാം അധ്യായം. താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു. അപ്പോൾ ദൈവം ശിക്ഷണം നൽകിയാൽ അത് ദൈവത്തിൽ നിന്നാണ് എന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ സംശയിക്കണ്ട, നിനക്കുറപ്പിക്കാം, പിതാവായ ദൈവം നിന്നെ സ്നേഹിക്കുന്നു. അവിടുത്തെ ശിക്ഷണ സ്നേഹത്തിന്റെ അടയാളമാണ്. മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. അവ ദൈവം പ്രഹരിക്കുന്നതാൽ അത് ദൈവമാണ് പ്രഹരിക്കുന്നതെങ്കിൽ മക്കളായതുകൊണ്ടാണ്. അത് ദൈവമാണ് പ്രഹരിക്കുന്നതെങ്കിൽ മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അത് ദൈവമാണ് പ്രഹരിക്കുന്നതെങ്കിൽ മക്കളെ രക്ഷിക്കാനാണ്. ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. അപ്പോൾ ദൈവം ശിക്ഷണം നമുക്ക് തരുമ്പോൾ അത് സഹനമായിരിക്കും. ആ സഹനം സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു. പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത ഏതു മകനാണുള്ളത്? എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്ക് ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല, ജാരസന്തതികളാണ്. അപ്പോൾ ദൈവം അവിടുത്തെ മക്കളെ ശിക്ഷണത്തിലൂടെ രൂപപ്പെടുത്തും, നവീകരിക്കുന്നു, രക്ഷയ്ക്ക് യോഗ്യരാക്കി തീർക്കും. അതിൽ ദൈവം വിശ്വസ്തനാണ്. ഹെബ്രായർ 12:9-10 ഇതിനും പുറമെ നമ്മെ തിരുത്തുന്നതിന് നമുക്ക് ഭൗമിക പിതാക്കന്മാരുണ്ടായിരുന്നു. അപ്പോൾ ദൈവമാണ് യഥാർത്ഥ പിതാവ് എന്ന് തിരിച്ചറിയുന്നത് വരെ, ആ ദൈവത്തെ മാത്രം എൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നത് വരെ അനേകം ഭൗമിക പിതാക്കന്മാരുടെ വേഷം ധരിച്ചവർ തിരുത്തിയിരുന്നു മനുഷ്യരെ. നാം അവരെ ബഹുമാനിക്കുകയും ചെയ്തു ഒരു കാലം വരെ. അത് വേണമായിരുന്നു, ദൈവഹിതം. അങ്ങനെയെങ്കിൽ നാം ആത്മാക്കളുടെ പിതാവിന് വിധേയനായിരിക്കെ ജീവിക്കേണ്ടതല്ലേ? അതാണ് മനുഷ്യൻ ഇന്നും ചെയ്യാത്തത്. ഭൗമിക പിതാക്കന്മാർക്ക് വിധേയരായി ജീവിക്കും, കാരണം അത് മഹത്വത്തിന്റെ കാര്യമാണ്, മഹത്വം കിട്ടും. എന്നാൽ ആത്മാക്കളുടെ പിതാവിന് വിധേയനായി ജീവിച്ചാൽ ഈ ലോകത്തിൽ മഹത്വം ഉണ്ടാകില്ല, മഹത്വം തേടാനും കഴിയില്ല. ഏക സത്യ ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം മാത്രമേ അപ്പോൾ അന്വേഷിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്. അത് കൽപ്പനയാണ്, ഉപദേശമല്ല. അത് തന്നെ ശിഷ്യന്മാരോടും ജനങ്ങളോടും കൂടി കർത്താവ് പറഞ്ഞതാണ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പുരോഹിത അധികാരികളോടും അൽമാരോടും കൂടി പറഞ്ഞതാണ് യേശു ക്രിസ്തു, നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്. ഈ വചനം ലംഘിക്കാൻ വേണ്ടി അനേകം പണ്ഡിതര് ഇതിൽ വെള്ളം ചേർത്ത് വ്യാഖ്യാനിച്ച് വളച്ചൊടിച്ച് അത് അങ്ങനെയല്ല അർത്ഥം, ഇത് ഇങ്ങനെയല്ല അർത്ഥം, അത് അങ്ങനെയല്ല എടുക്കേണ്ടത്, അത് അങ്ങനെയാണ് എടുക്കേണ്ടത്, ഇങ്ങനെ പറഞ്ഞ് സ്വയം പിതാക്കന്മാർ ചമഞ്ഞ് മനുഷ്യനെ കൊണ്ട് വിളിപ്പിക്കുന്നവർ. എന്നാൽ കർത്താവ് പറഞ്ഞു, ഭൂമിയിൽ നിങ്ങൾ ആരെയും പിതാവെന്ന് വിളിക്കരുത്. വിളിക്കരുതെന്ന് പറഞ്ഞാൽ വിളിക്കരുത്. അത് വിളിക്കാതിരിക്കാൻ കഴിയണമെങ്കിൽ ഏക സത്യദൈവമായ പിതാവാണ് എൻ്റെ സ്വന്തം പിതാവ് എന്ന് തിരിച്ചറിയുകയും അനുഭവിക്കുകയും ആ പിതാവിന് കീഴ്പ്പെടുകയും ചെയ്യണം. ആ പിതാവിനെ ശിക്ഷണത്തിലേക്ക് വരണം. അതിന് ഭൗമിക പിതാക്കന്മാരുടെ ശിക്ഷണത്തിൽ നിന്നും മാറണം. രണ്ടും ഒരുമിച്ച് നടക്കില്ല. ഭൗമിക പിതാക്കന്മാർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുറച്ച് സമയം നമ്മെ പരിശീലിപ്പിച്ചു. എപ്പോൾ വരെ? വിശ്വാസം ആവിർഭവിക്കുന്നത് വരെ. വിശ്വാസം ആവിർഭവിച്ചപ്പോൾ ഇപ്പോൾ നാം പാലകന് വിധേയരല്ല. ആര്? ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് ലഭിക്കുന്നവർ. എന്നാൽ ദൈവം പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും തൻ്റെ പരിശുദ്ധിയിൽ നാം പങ്കുവരാകുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ പിതാവായ ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നതിൽ, ശിക്ഷണം നൽകുന്നതിൽ വിശ്വസ്തനാണ്. എന്തിന്? നമ്മുടെ നന്മയ്ക്ക് വേണ്ടി. അത് ഭൗതികമായൊരു നന്മയല്ല, നമുക്കുണ്ടാകണമെന്ന് ദൈവപിതാവ് ആഗ്രഹിച്ച ആത്യന്തികമായ നിത്യനന്മ. ആ നന്മയ്ക്ക് വേണ്ടിയും ദൈവത്തിന്റെ പരിശുദ്ധിയിൽ നാം പങ്കുവരാകുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ദൈവം പരിശീലിപ്പിച്ചാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ നന്മയുണ്ടാവൂ.
ദൈവം പരിശീലിപ്പിച്ചാൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ പങ്കുകാരാകാൻ കഴിയൂ. മനുഷ്യൻ പരിശീലിപ്പിച്ചാൽ മനുഷ്യന്റെ ഇഷ്ടമനുസരിച്ചായിരിക്കും. അതുകൊണ്ട് തന്റെ പരിശീലനങ്ങളിൽ മക്കളെ ശിക്ഷണത്തിലൂടെ പരിശീലിപ്പിക്കുന്നതിൽ അത്യുന്നതനായ ദൈവം വിശ്വസ്തനാണ്. 1 കൊരിന്തോസ് 11:32. എന്നാൽ കർത്താവ് നമ്മെ വിധിക്കുകയും ശിക്ഷണ വിധേയരാക്കുകയും ചെയ്യുന്നു. അത് ലോകത്തോടൊപ്പം നമ്മൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. അവിടെ വളരെ വ്യക്തമാണ് ദൈവം ആരെയാണ് ശിക്ഷണത്തിന് വിധേയരാക്കുന്നതെന്ന്. രക്ഷ പ്രാപിക്കേണ്ടവരെ, രക്ഷയ്ക്ക് നിയോഗം ലഭിച്ചവരെ, നിത്യജീവന് നിയോഗം ലഭിച്ചവരെ, അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടവരെ അല്ല ദൈവം ശിക്ഷണം കൊടുത്ത് പരിശീലിപ്പിക്കുന്നു. അപ്പോൾ ലോകത്തിൽ ദുഷ്ടന്റെ സാത്താന്റെ സകല പ്രവൃത്തികൾ മൂലം ലോകത്തിൽ പതിക്കാനിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധത്തിലും ശിക്ഷയിലും പെട്ട് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം മക്കളെ പരിശീലിപ്പിക്കുന്നത്, ശിക്ഷണം നൽകുന്നത്. ഈ ശിക്ഷണം നൽകുന്നതിൽ അവിടുന്ന് വിശ്വസ്തനാണ്. പ്രിയപ്പെട്ടവരെ, 1 യോഹന്നാൻ 1:8-9. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും ഈ എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. അപ്പോൾ 2000 വർഷങ്ങൾക്ക് മുൻപ് ദൈവപുത്രൻ ഈ ഭൂമിയിൽ വന്നു. ഏകദേശം 2000 വർഷങ്ങൾ കഴിഞ്ഞു അവൻ 1-ാം വരവിന് ശേഷം. ഇതാ കാലത്തിന്റെ പൂർണ്ണതയിൽ ദൈവപുത്രൻ യേശു ക്രിസ്തു വീണ്ടും ശരീരം ധരിച്ച് ഈ ഭൂമിയിൽ വന്നു. അത് വിശ്വസിക്കാൻ ദൈവം വരം നൽകുന്നവർ വിശ്വസിക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനുഷ്യരെ പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ് ദൈവപുത്രൻ. ഒരിക്കലും പാപം ചെയ്തിട്ടില്ല എങ്കിലും. അപ്പോൾ ദൈവപുത്രൻ യേശു ക്രിസ്തു എംപറർ ഇമ്മാനുവേൽ നിത്യം പരിശുദ്ധനാണ്. അവൻ ഒരിക്കലും പാപം ചെയ്യാൻ കഴിയില്ല, പാപം ചെയ്തിട്ടില്ല, ചെയ്യുകയില്ല. എന്നാൽ മനുഷ്യരെ പോലെ എല്ലാ കാര്യങ്ങളിലൂടെ അവൻ കടന്നു പോയതിനാൽ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മധ്യസ്ഥനുണ്ട്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, നീ അവന്റെ സന്നിധിയിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. അതിന് ദൈവസന്നിധിയിൽ പാപം ഏറ്റുപറയണം, അനുദപിക്കണം. ഇന്ന് മനുഷ്യനില്ലാത്തതും അത് തന്നെയാണ്. തെറ്റാൻ അംഗീകരിക്കാൻ കഴിയാതെ അനീതികളെ ദൈവത്തിനു മുമ്പിൽ വലിയ പ്രവർത്തികളായി ചിത്രീകരിച്ച് എല്ലാ അനീതികളിലും മുഴുകുന്നു മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവപിതാവ് അവിടുത്തെ പുത്രൻ വഴി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ ശുദ്ധീകരണ പ്രവൃത്തിയിൽ അവിടുന്ന് വിശ്വസ്തനാണ്. അവിടുന്ന് മക്കളെ ശുദ്ധീകരിച്ചെടുക്കും. എസെക്കിയേൽ 36:24-27. ജനതകളുടെ ഇടയിൽ നിന്നും സകല ദേശങ്ങളിൽ നിന്നും ഒരുമിച്ച് കൂട്ടി സ്വദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരും. പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങളിലൊക്കെ അർത്ഥം മനുഷ്യൻ വിചാരിക്കുന്നത് പോലെ അല്ല. മനുഷ്യൻ വിചാരിക്കുന്നവരല്ല ദൈവത്തിൻ്റെ സ്വജനം. അപ്പോൾ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും മാനുഷിക പദ്ധതി പ്രകാരം ഒരുമിച്ച് കൂട്ടുന്നതിനെ കുറിച്ചല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. ദൈവം അന്ത്യകാലത്ത് അവിടുത്തെ പുത്രൻ യേശു ക്രിസ്തു വഴി ഈ ഭൂമിയിൽ വീണ്ടും ശരീരം ധരിച്ചു വരുന്ന ദൈവപുത്രൻ ഇമ്മാനുവേൽ വഴി ഒരുക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം പൂർത്തിയാകുന്ന അന്ത്യകാലത്താണ്. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. ഇത് അവിടുത്തെ വാഗ്ദാനമാണ്. ഈ വാഗ്ദാനത്തിൽ അവിടുന്ന് വിശ്വസ്തനാണ്. നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു പ്രവൃത്തി ദൈവം ചെയ്യും. അവിടുത്തെ മക്കളെ, അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഈ എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുന്ന ഒരു പ്രവൃത്തി, അതിനവിടുന്ന് വിശ്വസ്തനാണ്. സകല വിഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾ ഞാൻ നിർമ്മലരാക്കും. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ അനേകം വിഗ്രഹങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവർ. അപ്പോൾ ദൈവത്തെക്കാൾ അധികം നീ എന്തിനെങ്കിലും സ്നേഹിക്കുകയോ വിലമതിക്കുകയോ ചെയ്താൽ അത് വിഗ്രഹമാണ്. അങ്ങനെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന സകല വിഗ്രഹങ്ങളിൽ നിന്നും ദൈവപിതാവ് നമ്മെ ശുദ്ധീകരിക്കും. അവിടുത്തെ മക്കളെ ശുദ്ധീകരിക്കും. ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും. ഇതെല്ലാം പൂർത്തിയാകുന്ന അന്ത്യകാലത്താണ്. അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ഗണത്തിൽ ഒരു പുതു ചൈതന്യം ഞാൻ നിങ്ങളെ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും.
ഇത് യഥാർത്ഥത്തിൽ ദൈവം ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിന്ന് വിവേചിപ്പിക്കും, നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും. അപ്പോൾ അതിനൊരു പ്രത്യേക ഹൃദയം വേണം, അനുസരണമുള്ള ഒരു ഹൃദയം, ഒരു പുതു ചൈതന്യം നമ്മിൽ നിറയണം. ഇത് നമ്മിൽ നിറച്ച് നമ്മെ ശുദ്ധീകരിച്ചെടുക്കുന്നവനാണ് അത്യുന്നതനായ ദൈവപിതാവ്. മക്കളെ ശുദ്ധീകരിക്കുന്നതിൽ അവിടുന്ന് വിശ്വസ്തനാണ്. 2 കൊരിന്തോസ് 6:17-18 ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. അശുദ്ധമായതും നിങ്ങൾ തൊടുകയും വരും, അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. അപ്പോൾ നമ്മെ വിശുദ്ധീകരിച്ച് എല്ലാ മാലിന്യങ്ങളിൽ നിന്നും വേർതിരിച്ച് ശുദ്ധീകരിച്ചാണ് പിതാവ് സ്വന്തമാക്കുന്നത്. അതുകൊണ്ടാണ് യാക്കോബ് ലേഖനം നമ്മൾ കാണുന്നുണ്ട്, യഥാർത്ഥ ഭക്തി എന്നത് ലോകത്തിന്റെ മാലിന്യമേൽക്കാതെ തന്നെ കാത്തു സൂക്ഷിക്കുക എന്നതാണ്. അപ്പോൾ മാലിന്യമുള്ള സകലിൽ നിന്നും വേർപെടണം, തന്നെ വേർപെടണം. അങ്ങനെ വേർപെടുത്തി തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മിൽ പൂർത്തിയാകുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മെ വിശുദ്ധീകരിക്കുന്നതിൽ വിശ്വസ്തനാണ് നമ്മുടെ പിതാവ്. അവിടുത്തെ വിശ്വസ്തതയെ നമുക്ക് മഹത്വപ്പെടുത്താം. പ്രിയപ്പെട്ടവരെ, ദൈവം പ്രതിഫലം നൽകുന്നതിൽ വിശ്വസ്തനാണ്. മനുഷ്യൻ മാനുഷികമായ കാഴ്ചപ്പാടിൽ ഈ ലോകത്തിലെ അല്പസമയത്തെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ ദൈവം ഒന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല, പ്രതിഫലം കൊടുക്കുന്നില്ല, ദുഷ്ടനും മനുഷ്യനെ ദ്രോഹിക്കുന്നതിനൊക്കെ തഴച്ചു വളരുന്നു എന്ന് കാണുന്നുണ്ടാകാം. ദൈവത്തിൽ നിന്ന് നീതി കിട്ടുന്നില്ല എന്ന് ചിലപ്പോൾ ചിന്തിക്കാം. അത് മനുഷ്യന്റെ വികലമായ കാഴ്ചപ്പാടും സാത്താൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നതുകൊണ്ടാണ്. ദൈവം പ്രതിഫലം നൽകുന്നവനാണ്. അത് നന്മയ്ക്കായാലും തിന്മയ്ക്കായാലും എല്ലാത്തിനും കൃത്യമായ പ്രതിഫലം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു പറഞ്ഞു, ശിഷ്യൻ എന്ന നിലയിൽ അവന്റെ ശിഷ്യരായ അവന്റെ കുടുംബാംഗങ്ങളായ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പോലും അതിന് പ്രതിഫലമുണ്ട്. അപ്പം നാം ദൈവത്തിനും ദൈവമക്കൾക്കും വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ദൈവം ശ്രദ്ധിക്കാതിരിക്കുകയില്ല, ഒന്നിനും പ്രതിഫലം ലഭിക്കാതിരിക്കുകയുമില്ല. യെശയ്യാ പ്രവാചന പുസ്തകം 61-ാം അധ്യായം 8-ാം തിരുവചനം, കാരണം കർത്താവായ ഞാൻ നീതി ഇഷ്ടപ്പെടുന്നു, കൊള്ളയും തിന്മയും ഞാൻ വെറുക്കുന്നു, വിശ്വസ്തയോടെ അവർക്ക് ഞാൻ പ്രതിഫലം നൽകും. അപ്പോൾ ദൈവം പ്രതിഫലം നൽകുന്ന കാര്യത്തിൽ വിശ്വസ്തനാണ്. നീതിമാന്മാർക്ക് പ്രതിഫലം നൽകുന്നതിൽ അവിടുന്ന് വിശ്വസ്തനാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കുണ്ടായിരിക്കേണ്ട ഒരു വലിയ വിശ്വാസ ബോധ്യം ഇതാണ്. ഹെബ്രായർക്ക് ലേഖനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്, ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. അപ്പൊ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് നാം ചെയ്യുന്ന, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് നാം ചെയ്യുന്ന, ദൈവത്തിന് വേണ്ടി നാം ചെയ്യുന്ന ഈ എല്ലാ പ്രവൃത്തികൾക്കും നിത്യതയിൽ ദൈവത്തിന്റെ പ്രതിഫലം ഉണ്ടായിരിക്കും. പ്രതിഫലം നൽകുന്നതിൽ അവിടുന്ന് വിശ്വസ്തനാണ്. അപ്പോൾ ദൈവപുത്രൻ വീണ്ടും ഈ ഭൂമിയിൽ വരുന്നത് തന്നെ ഈ പ്രതിഫലം നൽകാൻ വേണ്ടിയാണ്. അത് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. മത്തായി 16:27 മനുഷ്യപുത്രൻ സ്വപിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരോടൊത്തു വരാനിരിക്കുന്നു. മഹത്വത്തോടെ സർവപ്രതാപിയായി, രാജാക്കന്മാരുടെ രാജാവായി, ഉഗ്രപ്രതാപിയായി ദൈവപുത്രൻ വെളിപ്പെടുമ്പോൾ, അവൻ വെളിപ്പെടുമ്പോൾ ഓരോരുത്തർക്കും താങ്കളുടെ പ്രവർത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും. അതൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്, നമ്മൾ വായിക്കാറുണ്ട്. പക്ഷേ അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാറുണ്ടോ? നീ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവത്തിന് മുമ്പിൽ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നുണ്ടോ? ദൈവത്തിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ടോ? ഇന്ന് മനുഷ്യന്റെ പ്രതിഫലം കിട്ടിയാൽ മതി. ഇവിടെ മഹത്വം കിട്ടണം, ഇവിടെ പണം കിട്ടണം, സമ്പത്ത് കിട്ടണം, ഇവിടെ പേരും പ്രശസ്തിയും കിട്ടണം, ഇവിടെ ഇങ്ങനെ സന്തോഷത്തോടെ വിശാലായി ജീവിക്കണം.
ആ പ്രതിഫലം എല്ലാവർക്കും വേണം. എന്നാൽ ദൈവം ഒരുക്കിയിരിക്കുന്ന പ്രതിഫലത്തിന് വേണ്ടി, സ്വർഗത്തിൽ നിക്ഷേപമൊരുക്കാൻ വേണ്ടി ആരാ അധ്വാനിക്കണേ? അപ്പോൾ ദൈവം കൃത്യമായി പ്രതിഫലം തരുന്നവനാണ്. 1 പത്രോസ് 1:17 ഓരോരുത്തനെയും പ്രവർത്തികൾക്കനുസരിച്ച് നിഷ്പക്ഷമായി വിധിക്കുന്നവനെയാണ്. അപ്പോൾ നീതിമാന്റെ പ്രതിഫലവും പാപിയുടെ പ്രതിഫലവും കൃത്യമായി നിഷ്പക്ഷമായി മുഖനോട്ടമില്ലാതെ കൊടുക്കുന്നവനാണ് പിതാവ്. അങ്ങനെ വിധിക്കുന്നവനെയാണ് നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നതെങ്കിൽ, അങ്ങനെ വിളിക്കാൻ ദൈവത്തെ അല്ലേ കഴിയൂ. ഓരോരുത്തർക്കും അവരുടെ പ്രവർത്തികൾക്കനുസരിച്ച് നിഷ്പക്ഷമായി ഓരോരുത്തരെയും വിധിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ വിധിക്കുന്നത് സ്വർഗസ്ഥനായ ദൈവമല്ലേ. അതുകൊണ്ടാണ് അവിടുത്തെ മാത്രമേ പിതാവ് എന്ന് വിളിക്കാവൂ എന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചത്. ഇത് ചെയ്യാൻ മനുഷ്യന് കഴിയില്ല. അതുകൊണ്ട് അത് കഴിയാത്ത മനുഷ്യനെ അല്ല പിതാവെന്ന് വിളിക്കേണ്ടത്. ഓരോരുത്തനെയും പ്രവർത്തികൾക്കനുസരിച്ച് നിഷ്പക്ഷമായി വിധിക്കുന്നവനെ ആണ് നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ഈ പ്രവാസകാലത്ത് ഭയത്തോടെ ജീവിക്കുക. ഇത് നമ്മുടെ പ്രവാസകാലം ദൈവമക്കളുടെ പ്രവാസമാണ്. കാരണം ദൈവമക്കൾ ഈ ഭൂമിയുടേതല്ല, ഈ ലോകത്തിൻ്റെതല്ല. അവർ ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമാണ്. അപ്പോൾ അന്യരും പരദേശികളുമായി ജീവിക്കുന്നതിനെയാണ് പ്രവാസകാലം എന്ന് സാമാന്യ രീതി നമ്മൾ പറയുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ പ്രവാസകാലത്ത് ഭയത്തോടെ ജീവിക്കുകയും, അങ്ങനെ ഒരു ഭയമുണ്ടോ? അങ്ങനെ ഒരു ദൈവ ഭയമുണ്ടോ? ഇന്ന് മനുഷ്യനില്ലാത്ത ഒരേ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവഭയം. ബാക്കിയല്ല അതിനെ ഭയപ്പെടും, ദൈവത്തെ മാത്രം ഭയമില്ല. അപ്പോൾ പ്രതിഫലം നൽകുന്നതിൽ അത്യുന്നതനായ ദൈവം വിശ്വസ്തനാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം അവിടുത്തെ ഒരു പദ്ധതി ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ച് അത് ആദിയിൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സാത്താന്റെ മേൽ, ദുഷ്ടശക്തികളുടെ മേൽ മക്കൾ വിജയം വരിക്കുന്ന ഒരു പദ്ധതി ദൈവത്തിന് മനസ്സിലുണ്ട്. അത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സാത്താന്റെ മേൽ, സാത്താന്യ ശക്തികളുടെ മേൽ, പൈശാചിക ശക്തികളുടെ മേൽ മക്കൾക്ക് വിജയം നേടിക്കൊടുക്കുന്നതിൽ അത്യുന്നതനായ ദൈവം വിശ്വസ്തനാണ്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു 2000 വർഷം മുമ്പ് പറഞ്ഞു, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അവൻ പറഞ്ഞു, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. അപ്പോൾ പിതാവ് ഇപ്പോഴും പ്രവർത്തിക്കുകയാണ്. എന്താണ് അവിടുത്തെ പ്രവർത്തന ഉദ്ദേശം? സാത്താന്റെ ശക്തികളുടെ മേൽ, സാത്താന്റെ മേൽ മക്കൾ വിജയം വരിച്ച് ദൈവമഹത്വം പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് പിതാവ് അധ്വാനിക്കുന്നത്. അതിൻ്റെ രഹസ്യങ്ങളും അതിൻ്റെ അവിടുത്തെ പ്രവർത്തന രീതികളുമെല്ലാം സിയോനിൽ പ്രഘോഷിക്കപ്പെടുന്ന സദ്വാർത്തയിലൂടെ ദൈവം പ്രഘോഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ അവിടുന്ന് വിശ്വസ്തനാണ്. എഫെസൂസ് 6:11-12 സാത്താന്റെ കുട്ടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ കർത്താവിന്റെ ദിനത്തിൽ ഇസ്രായേൽ, ദൈവത്തിന്റെ ഇസ്രായേൽ യുദ്ധത്തിൽ ഉറച്ചു നിൽക്കണം സാത്താൻ. അതിന് അവൻ സാത്താന്റെ സകല കുട്ടില തന്ത്രങ്ങളെ, സാത്താൻ വഞ്ചകനാണ്, ആദ്യം മുതൽ അവൻ കൊലപാതകയാണ്, അവൻ നുണയനാണ്, എല്ലാത്തരം കുട്ടില തന്ത്രങ്ങളും ഉള്ളവനാണ് സാത്താൻ. അപ്പോൾ ഈ കുട്ടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ ആയുധങ്ങൾ ധരിക്കണം. എന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടവെട്ടുന്നത്. അപ്പോൾ ഈ യുദ്ധത്തിൽ, ഈ അന്തിമ യുദ്ധത്തിൽ, സാത്താനുമായുള്ള ഈ ആത്മീയ യുദ്ധത്തിൽ മക്കൾക്ക് വിജയം നേടിക്കൊടുക്കുന്നതിൽ ദൈവം വിശ്വസ്തനാണ്. റോമ 16:20 സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തുകളെ. അതാണ് ദൈവത്തിന്റെ വിശ്വസ്തത. സമാധാനത്തിന്റെ ദൈവം പിശാചുക്കളെ
ആരാണോ നശിപ്പിക്കേണ്ടവർ ആ ദൈവമക്കളുടെ കാൽ കീഴിൽ ആക്കി കൊടുക്കും, മക്കളെ കൊണ്ട് നശിപ്പിക്കാൻ. അങ്ങനെ പിശാചുക്കളെ ദൈവമക്കളുടെ പാദങ്ങൾക്ക് കീഴിൽ ആക്കി കൊടുക്കുന്നതിൽ ദൈവം വിശ്വസ്തനാണ്. അതാണ് യുദ്ധത്തിൽ മക്കളുടെ ഏറ്റവും വലിയ ആശ്രയം. തങ്ങളെ ശക്തിപ്പെടുത്തുന്ന, തങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന അത്യുന്നതനായ ദൈവം വിശ്വസ്തനും സർവശക്തനുമാണ് എന്ന ബോധ്യമാണ് ഈ ആത്മീയ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഓരോ ദൈവമക്കളുടെയും ബലവും അഭിമാനവും ആനന്ദവും. അപ്പോൾ ഇതിൽ ദൈവം വിശ്വസ്തനാണ്. സങ്കീർത്തനങ്ങൾ 98:3 ഇസ്രായേൽ ഭവനത്തോടുള്ള തന്റെ കരുണയും വിശ്വസ്തതയും അവിടുന്ന് അനുസ്മരിച്ചു. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിന്റെ വിജയം ദർശിച്ചു. അപ്പോൾ ഭൂമിയുടെ അതിർത്തികളിൽ നമ്മുടെ ദൈവത്തിന്റെ വിജയം എല്ലാവരും ദർശിക്കും. എങ്ങനെയാ അവിടുന്ന് വിജയിക്കുന്നത്? അവിടുത്തെ മക്കളിലൂടെ എല്ലാ സാത്താന്റെ ശക്തികളെയും തകർത്ത് ദൈവത്തിന്റെ വിജയം വെളിപ്പെടും. അപ്പോൾ ഇങ്ങനെ മക്കൾക്ക് വിജയം നൽകുന്നതിൽ ദൈവം വിശ്വസ്തനാണ്. അവിടുത്തെ വിശ്വസ്തത ഏറ്റവും ഉന്നതമാണ്. സങ്കീർത്തനങ്ങൾ 20:6 കർത്താവ് തന്റെ അഭിഷിക്തനെ സഹായിക്കുമെന്ന് ഞാനിപ്പോൾ അറിയുന്നു. അവിടുന്ന് തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അവൻ ഉത്തരമരലും വലത്ത് കൈകൊണ്ട് മഹത്തായ വിജയം നൽകും. അപ്പോൾ അവിടുത്തെ പദ്ധതി ആദിയിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ ഹിതം പൂർത്തിയാക്കാനായി ദൈവം അഭിഷേകം ചെയ്യുന്നവന് വിജയം നൽകുന്നവനാണ് ദൈവം. ആ വിജയം നൽകുന്ന പ്രവൃത്തിയിൽ അത്യുന്നതനായ പിതാവ് വിശ്വസ്തനായ ദൈവമാണ്. സഫാനിയ 3:16-20 ഇസ്രായേലിന്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യേ ഉണ്ട്. നമ്മുടെ മധ്യേ ഉള്ള ഇസ്രായേലിന്റെ രാജാവായ കർത്താവാണ് ഈ എംപറർ ഇമ്മാനുവേൽ. ദൈവം നമ്മോട് കൂടെ. നിങ്ങൾ ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല. അന്ന് ജെറുസലേമിനോട് പറയും, സിയോനെ ഭയപ്പെടേണ്ട, നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേ ഉണ്ട്. അപ്പോൾ സാത്താനെതിരെ മക്കൾക്ക് വിജയം നേടിത്തരുന്നവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ നിന്റെ മധ്യേ ഉണ്ട്. നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും. തന്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനഃസ്ഥാപിക്കും. തിരുനാൾ ആഘോഷ ദിനത്തിൽ എന്ന പോലെ അവിടുന്ന് നിന്നെക്കുറിച്ച് ആനന്ദഗീതം ഉതിർക്കും. ഞാൻ നിന്നിൽ നിന്ന് വിപത്തുകളെ ദൂരീകരിക്കും. നിനക്ക് നിന്ദനമേൽക്കേണ്ടി വരികയില്ല. നിന്റെ മർദ്ദകരെയെല്ലാം അന്ന് ഞാൻ ശിക്ഷിക്കും. മുടന്തരെ ഞാൻ രക്ഷിക്കും. പുറന്തള്ളപ്പെട്ടവരെ ഞാൻ ഒരുമിച്ച് കൂട്ടും. അവരുടെ ലജ്ജയെ ഞാൻ സ്തുതിയും ഭൂമി മുഴുവൻ വ്യാപിച്ച കീർത്തിയും ആക്കും. ഇതെല്ലാം ദൈവത്തിന്റെ, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ, വിശ്വസ്തനായ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വാക്കുകൾ. യഥാസമയം പൂർത്തിയാകുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയുടെ പ്രഘോഷണമാണ് ഈ ദൈവോചനം. അന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന അന്ന് ഞാൻ നിങ്ങളെ സ്വദേശത്തേക്ക് കൊണ്ടുവരും. നിങ്ങൾ കാണുകെ നിങ്ങളുടെ സുസ്ഥിതി ഞാൻ പുനഃസ്ഥാപിക്കുമ്പോൾ നിങ്ങളെ എല്ലാ ജനതകളുടെയും ഇടയിൽ ഞാൻ പ്രഖ്യാതരും പ്രകീർത്തിതരുമാക്കും. കർത്താവ് അരുളിച്ചെയ്യും. അപ്പോൾ സാത്താനെതിരെയുള്ള ആത്മീയ സമരത്തിൽ, ആത്മീയ യുദ്ധത്തിൽ മക്കളുടെ നിത്യവിജയത്തിന്റെ പ്രഘോഷണമാണ്, പ്രഖ്യാപനമാണ് ദൈവം നടത്തുന്നത്. ഈ വിജയം മക്കൾക്ക് നേടിക്കൊടുക്കുന്നതിൽ നമ്മുടെ കർത്താവ് അത്യുന്നതനായ ദൈവം വിശ്വസ്തനാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യരക്ഷ മക്കൾക്ക് നൽകുന്നതിൽ അവിടുന്ന് വിശ്വസ്തനാണ്. സങ്കീർത്തനങ്ങൾ 69:13-14 കർത്താവെ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമല്ലണമേ. രക്ഷയുടെ വാഗ്ദാനത്തിൽ അങ്ങ് വിശ്വസ്തനാണല്ലോ. ഞാൻ ചേറിൽ മുങ്ങിപ്പോകാതെ എന്നെ രക്ഷിക്കണമേ. ശത്രുക്കളിൽ നിന്നും
സമുദ്രത്തിൻ്റെ ആഴത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. അപ്പോൾ ദൈവത്തോട് നടത്തുന്ന ഈ പ്രാർത്ഥന അർത്ഥവത്താകുന്നത് എപ്പോഴാ? അവിടുത്തെ വിശ്വസ്തതയുടെ മുൻപിലാണ്. അതുകൊണ്ട് ആ വചനം പറയുന്നത്, സങ്കീർത്തകൻ ഏറ്റു പറയുന്നത്, കർത്താവേ, രക്ഷയുടെ വാഗ്ദാനത്തിൽ അങ്ങ് വിശ്വസ്തനാണല്ലോ. അപ്പോൾ രക്ഷ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ രക്ഷ നമുക്ക് ലഭ്യമാക്കുന്നതിൽ അവിടുന്ന് വിശ്വസ്തനാണ്. അത് വെറും വാക്കല്ല. നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന രക്ഷ അത് ആർക്കാണോ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് അവർ സ്വന്തമാക്കുന്നത് വരെ ദൈവം പ്രവർത്തിക്കുന്നു. അപ്പോൾ രക്ഷയുടെ വാഗ്ദാനത്തിൽ, രക്ഷ നൽകുന്നതിൽ അവിടുന്ന് വിശ്വസ്തനാണ്. സങ്കീർത്തനങ്ങൾ 31:5, അങ്ങയുടെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. കർത്താവേ, വിശ്വസ്തനായ ദൈവമേ, അവിടുന്ന് എന്നെ രക്ഷിച്ചു. അപ്പോൾ നമുക്കൊരു രക്ഷയുണ്ട്, നമുക്ക് രക്ഷ ലഭിക്കേണ്ടതുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. പ്രിയപ്പെട്ടവരെ, 2000 വർഷം മുമ്പ് രക്ഷകനെ കാത്തിരുന്ന ഒരു ഗണത്തിൻ്റെ അടുക്കിലേക്ക് ദൈവം തൻ്റെ പുത്രനെ അയച്ചു. പക്ഷേ രക്ഷകനെ കുറിച്ചുള്ള അനേകം പ്രവചനങ്ങൾ കേട്ടും പഠിച്ചും വളർന്ന അന്നത്തെ ദൈവജനം രക്ഷകനെ കുറിച്ചുള്ള അവരുടേതായ കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തി. ഒരു ഭൗതിക രക്ഷയെക്കുറിച്ച് മാത്രം, വൈദേശിക അടിമത്തത്തിൽ നിന്നുള്ള മോചനമായി തങ്ങളുടെ നിയമങ്ങളും കൽപ്പനകളും അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമായി ഈ രക്ഷയെ അവർ ചുരുക്കി. നിത്യരക്ഷ അവർക്ക് ഗ്രഹിക്കാനേ കഴിഞ്ഞില്ല. അതുകൊണ്ട് മനുഷ്യന്റെ പാപങ്ങൾ ഏറ്റെടുത്ത്, ദൈവമക്കളുടെ പാപങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ചതിന്, ജീവൻ സമർപ്പിച്ചതിന് പരിഹാരം ചെയ്യാനും വരുന്ന ഒരു ദൈവപുത്രനെ, തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ട ഒരു ദൈവപുത്രനെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനുശേഷവും അവർ ആ രക്ഷ തിരസ്കരിച്ചു. എന്നാൽ ദൈവപുത്രൻ യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന്, ദൈവത്താൽ അയക്കപ്പെട്ട രക്ഷകനാണെന്ന് വിശ്വസിക്കുകയും അവൻ കുരിശുമരണത്തിലൂടെ എൻ്റെയും എൻ്റെ പൂർവികരുടെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു എന്ന് വിശ്വസിച്ച് അനുദപിച്ച് അവൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ച എല്ലാവർക്കും ഈ പാപമോചനത്തിൻ്റെ രക്ഷ ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, എന്നാൽ അത് രക്ഷയുടെ ആദ്യ ഫലം മാത്രമാണ്. നിത്യരക്ഷ അവൻ വാഗ്ദാനം ചെയ്തിട്ടാണ് പോയത്. അവൻ വീണ്ടും വരുമെന്നും ഈ നിത്യരക്ഷ തരുമെന്നും. പക്ഷേ 2000 വർഷം യേശുക്രിസ്തു വന്നു, രക്ഷ നൽകി, പലരുടെയും ചാപ്റ്റർ ക്ലോസ്ഡായി. ഇനി ഒരു രക്ഷയോ ആരും കാത്തിരിക്കുന്നില്ല. ഏകരക്ഷകനായ യേശുക്രിസ്തുവിനെ തന്നെ കാത്തിരിക്കണമെന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. 1 പത്രോസ് 1:4-5 അവിടുന്ന് തൻ്റെ കാരുണ്യാതിരേകത്താൽ യേശുക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും. അപ്പോൾ അതിനെ ശ്രദ്ധിച്ച്, യേശുക്രിസ്തു കുരിശിൽ മരിച്ച് പുനരുത്ഥാനം ചെയ്തത് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഒരു പ്രത്യാശയിലേക്കാണ് വീണ്ടും നയിക്കപ്പെട്ടിരിക്കുന്നത്. പ്രത്യാശ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രത്യാശയല്ല, കാണുകയും ലഭിക്കുകയും ചെയ്താൽ പിന്നെ പ്രത്യാശയല്ല. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം വഴി നാം ഒരു പ്രത്യാശയിലേക്ക് ജനിപ്പിക്കപ്പെട്ടു. ഇപ്പോഴും ലഭിച്ചിട്ടില്ലത്. അതിന് യേശുക്രിസ്തു വീണ്ടും വരണം. നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്നതും അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശം, നിത്യമായ അവകാശം, നിത്യമഹത്വത്തിൻ്റെ അവകാശം. അതൊരു ഭംഗിവാക്കോ കാവ്യാത്മകമായ ഒരു വിവരണമോ അല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ഇന്ന് മനുഷ്യൻ ചെയ്ത ഏറ്റവും വലിയ ദുരന്തം, അവരെല്ലാത്തിനെയും വ്യാഖ്യാനിച്ച് പ്രതീകവൽക്കരിച്ചു. പ്രതീകമല്ലാത്തതിനെ പ്രതീകമാക്കി മാറ്റി. അങ്ങനെ അതിൻ്റെ ദൈവ അംശവും അതിൻ്റെ എല്ലാത്തരം ദൈവികമായ ഭാവങ്ങളും അസ്തിത്വവും എല്ലാം എടുത്തു കളഞ്ഞു. വെറും വ്യാഖ്യാന ശാസ്ത്രം, നോവൽ വ്യാഖ്യാനിക്കുന്ന പോലെ വ്യാഖ്യാനിക്കുന്നു. ഇത്തരം അന്ധരാൽ നയിക്കപ്പെടുന്ന, അന്ധരാൽ കീഴിലായിരിക്കുന്നവർക്ക് ഇതൊന്നും സ്വീകരിക്കാനും കഴിയില്ല. അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടുന്നു.
അവൾ അവസാന കാലത്ത് വെളിപ്പെടുത്താനായി ദൈവം ഒരു രക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ രക്ഷ ദൈവം വെളിപ്പെടുത്തി തരണം. ഈ രക്ഷ ദൈവം വെളിപ്പെടുത്തണമെങ്കിൽ ദൈവം ആരെയെങ്കിലും അയക്കണം. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥം പരിശോധിച്ചാൽ ഈ രക്ഷ വെളിപ്പെടുത്താൻ അന്ത്യകാലത്ത് ദൈവം അയക്കുന്നവനാണ് സദ്വാർത്തയുടെ ദൂതൻ. പ്രിയപ്പെട്ടവരെ, ഈ സദ്വാർത്ത ദൂതൻ അയക്കപ്പെട്ടു. അവനെ ലോകം വിളിച്ചു ജോസഫ് പൊന്നാർ. 2000 വർഷം മുമ്പ് വരെ, സ്നാപയോഹന്നാൻ വരെ, മോശ മുതൽ സ്നാപയോഹന്നാൻ വരെ ദൈവം അയച്ച ഒരു പ്രവാചകന്മാരെ അവർ അയക്കപ്പെട്ട കാലത്തെ ദൈവജനമോ അധികാരികളോ സ്വീകരിച്ചില്ല, മറിച്ച് പീഡിപ്പിച്ചു എന്നതുപോലെ തന്നെ ഈ അന്ത്യകാലത്ത് ഈ രക്ഷ വെളിപ്പെടുത്താൻ ദൈവം അയച്ച പ്രവാചകനെയും ലോകം തിരസ്കരിച്ചു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ രക്ഷ അവൻ സിയോനിൽ വെളിപ്പെടുത്തി. അങ്ങനെ ഒരു രക്ഷയുണ്ട്. അത് കർത്താവിന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുമുണ്ട്. ഈ രക്ഷ ആണ് ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യരക്ഷ. ഈ രക്ഷയുടെ വാഗ്ദാനത്തിൽ അത്യുന്നതനായ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അവിടെ നടപ്പിലാക്കിയിരിക്കും രക്ഷ. അതിന് നിയോഗം ലഭിച്ചവർക്ക് ലഭിച്ചിരിക്കും. അപ്പോൾ അവസാന കാലത്ത് വെളിപ്പെടുത്താനായി ദൈവം തയ്യാറാക്കിയിരിക്കുന്ന രക്ഷ ആര് തരുന്ന രക്ഷയാ? ഏകരക്ഷകനായ യേശുക്രിസ്തു തന്നെ തരണം. അത് വളരെ വ്യക്തമായി ലേഖനങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഹെബ്രായർ 9:28 അവൻ വീണ്ടും വരും. പാപപരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കു വേണ്ടി. ഈ വാക്ക് ഈ ദൈവത്തിന്റെ പദ്ധതി നിഷേധിക്കുന്നവർ ഇന്നും അവർ വായിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ അത് വ്യാഖ്യാനങ്ങളിലൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? യേശു ക്രിസ്തു വീണ്ടും വരും. പാപപരിഹാരാർത്ഥം കുരിശിൽ മരിക്കാനല്ല, തന്നെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവരാണ്. അപ്പൊ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചാണ് പറയണേ. യേശു ക്രിസ്തു വീണ്ടും വരുമ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു ഗണം, അവർ അവനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരാണ്. അവർക്കൊരു രക്ഷ നൽകാനാണ് യേശു ക്രിസ്തു വീണ്ടും വരുന്നത്. അങ്ങനെ രക്ഷ നൽകാൻ ഈ ഭൂമിയിൽ വീണ്ടും ശരീരം ധരിച്ചു വന്ന ദൈവത്തിന്റെ പുത്രനാണ് എംപറർ ഇമ്മാനുവേൽ. അത് രക്ഷയ്ക്ക് നിയോഗം ലഭിച്ചവർക്ക് അവനെ രക്ഷകനായി സ്വീകരിക്കാൻ കഴിയും. അതിന് ദൈവമക്കളുടെ ഹൃദയം തുറന്നു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ അങ്ങനെ രക്ഷയുണ്ട്. ഈ രക്ഷയ്ക്ക് നിയോഗം ലഭിച്ചവർക്ക് ഈ രക്ഷ ലഭിക്കുന്ന കാര്യത്തിൽ ദൈവം വിശ്വസ്തനാണ്. അവിടുത്തെ വിശ്വസ്തതയെ മക്കൾ അനവരതം മഹത്വപ്പെടുത്തുന്നു. 2 രാജാക്കന്മാർ 19:31 എന്തെന്നാൽ ജെറൂസലേമിൽ നിന്ന് ഒരു അവശിഷ്ട ഭാഗവും സിയോൻ മലയിൽ നിന്ന് അതിജീവിക്കുന്നവരുടെ ഒരു ഗണവും പുറപ്പെടും. സാത്താന്റെ സകല കുതന്ത്രങ്ങളെയും ഈ ലോകത്തിന്റെ മേൽ പതിക്കുന്ന ശിക്ഷയുടെ വാളിനെയും എല്ലാം അതിജീവിക്കുന്ന ഒരു ഗണം പുറപ്പെടും. കർത്താവിന്റെ തീക്ഷ്ണത ഇത് നിറവേറ്റും. അപ്പോൾ ഇത് നിർവഹിക്കുന്ന കാര്യത്തിൽ, തന്റെ തീക്ഷ്ണത വെളിപ്പെടുത്തുന്ന കാര്യത്തിൽ കർത്താവ് വിശ്വസ്തനാണ്. അതിന് ഓരോ ദൈവത്തിന്റെ കുഞ്ഞിനും അഭിമാനിക്കാം. എൻ്റെ പിതാവ് അത്യുന്നതനായ ദൈവം ഞാൻ രക്ഷിക്കപ്പെടുമെന്ന കാര്യത്തിൽ, എൻ്റെ രക്ഷ എനിക്ക് ലഭിക്കുന്ന കാര്യത്തിൽ വിശ്വസ്തനാണ്. എൻ്റെ പിതാവ് എന്നെ രക്ഷിക്കും, എൻ്റെ ദൈവം എന്നെ രക്ഷിക്കും. അവിടുന്ന് വിശ്വസ്തനാണ്. സങ്കീർത്തനങ്ങൾ 32:7 അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ്. വേറെ അഭയസങ്കേതങ്ങളൊന്നുമില്ല, ഉണ്ടായിരിക്കുകയുമില്ല. അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ്. അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു. രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു അവിടുന്ന്. അങ്ങനെ പൊതിയുന്നില്ലെങ്കിൽ സാത്താന്റെ മേൽ പതിക്കുന്ന ശിക്ഷയിൽപ്പെട്ട് നശിച്ചു പോകും. അപ്പോൾ രക്ഷ കൊണ്ട് നമ്മെ പൊതിയുന്ന രക്ഷയുടെ ദൈവം. സങ്കീർത്തനങ്ങൾ 34:18 ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ കർത്താവ് രക്ഷിക്കുന്നു. അപ്പൊ ദൈവം രക്ഷിക്കാൻ ചില യോഗ്യതകളുണ്ടാണ്. അത് കർത്താവിന്റെ ഗ്രന്ഥത്തിലുടനീളം നമുക്ക് കാണാം. സങ്കീർത്തനങ്ങൾ 34:22 കർത്താവ് തന്റെ ദാസരുടെ ജീവനെ രക്ഷിക്കുന്നു. അവിടുത്തെ ശരണം പ്രാപിക്കുന്നവർ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല. ഇത് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു അവന്റെ 2ാം വരവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന
ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഇത് അനേകര് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നൊരു വചനം. അത് കർത്താവിന് ഒന്നാം വരവിനെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. ഒന്നാം വരവ് അവന് ജീവൻ വന്നു, അവന് വിശ്വസിച്ച ആർക്കും ഇതുവരെ നിത്യജീവൻ ലഭിച്ചിട്ടില്ല. അവൻ നമുക്ക് തരും എന്ന് പറഞ്ഞിട്ട് പോയ വാഗ്ദാനമാണ് നിത്യജീവൻ. അപ്പോൾ അവൻ തിരികെ വരുമ്പോഴാണ് ഇമ്മാനുവേലാണ് നിത്യജീവൻ തരുന്നവൻ. അപ്പോൾ ഈ രക്ഷ നമുക്ക് നൽകുന്ന കാര്യത്തിൽ കർത്താവ് വിശ്വസ്തനാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വിശ്വസ്ത പ്രഘോഷിക്കുമ്പോൾ അത് നമ്മുടെ വിശ്വാസത്തെയാണ് അരക്കിട്ട് ഉറപ്പിക്കുന്നത്. നാം വിശ്വസിക്കുന്നത് വിശ്വസ്തനായ ദൈവത്തിലാണ്. ഹെബ്രായർ 11:6 അപ്രകാരം എടുക്കപ്പെടുന്നതിന് മുമ്പ് താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവന് ഹേനോക്കിന് സാക്ഷ്യം ലഭിച്ചു. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. അപ്പൊ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന്റെ ആദ്യത്തെ പടിയാണ് വിശ്വാസം. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുന്നുവെന്നും വിശ്വസിക്കണം. അപ്പൊ ദൈവത്തിലും ദൈവത്തിന്റെ വിശ്വസ്തതയിലും ദൈവത്തിന്റെ കരുണയിലും ദൈവത്തിന്റെ നീതിയിലും ദൈവത്തിന്റെ സ്നേഹത്തിലും മക്കളോട് അവിടുത്തെ വാത്സല്യത്തിലും എല്ലാം നാം വിശ്വസിക്കണം. കാരണം അവിടുന്ന് എല്ലാറ്റിലും വിശ്വസ്തനാണ്. ഹെബ്രായർ 6:17-19 ദൈവം തന്റെ തീരുമാനത്തിന്റെ അചഞ്ചലത മക്കളെ രക്ഷിക്കുന്നതിലുള്ള, മക്കൾക്ക് അവിടുന്ന് ഒരുക്കിയിരിക്കുന്നതെല്ലാം നൽകുന്നതിനെ കുറിച്ചുള്ള അവിടുത്തെ തീരുമാനം, ഈ തീരുമാനത്തിന്റെ അചഞ്ചലത വാഗ്ദാനത്തിന്റെ അവകാശികൾക്ക്, എല്ലാവർക്കുമല്ല, വാഗ്ദാനത്തിന്റെ അവകാശികൾക്ക് കൂടുതൽ വ്യക്തമാക്കി കൊടുക്കാൻ നിശ്ചയിച്ചപ്പോൾ ദൈവം നിശ്ചയിച്ചു. അതിന് ഒരു ശപഥത്താൽ ഈ തീരുമാനത്തെ ഉറപ്പിച്ചു. അപ്പോൾ ഈ ശപഥം ദൈവം ചെയ്തത് ദൈവത്തിന് വേണ്ടിയിട്ടല്ല, ഈ വാഗ്ദാനത്തിന്റെ അവകാശികൾക്ക് ഈ തീരുമാനത്തിന്റെ അചഞ്ചലത കൂടുതൽ വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ ശപഥം ചെയ്തത്. മക്കൾ ഈ തീരുമാനത്തിൽ കൂടുതൽ ഉറച്ചു വിശ്വസിക്കാൻ. മാറ്റമില്ലാത്തതും ദൈവത്തെ സംബന്ധിച്ച് വ്യാജമാകാത്തതുമായ ഈ രണ്ട് കാര്യങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന പ്രത്യാശയെ മുറുകെ പിടിക്കുന്നതിന് യത്നിക്കുന്ന നമുക്ക് വലിയ പ്രോത്സാഹനം ലഭിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ ഈ വിശ്വസ്തത, ദൈവത്തിന്റെ വിശ്വസ്തതയുടെ പ്രഘോഷണം നമുക്ക് എന്ത് നൽകണം? പ്രോത്സാഹനം നൽകണം. എന്തിന്? നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യാശയെ മുറുകെ പിടിക്കാൻ യത്നിക്കാൻ. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണേ, ദൈവം ഈ അന്ത്യകാലത്ത് സിയോനിൽ പ്രഘോഷിച്ച സദ്വാർത്ത വഴി അനേകം പ്രത്യാശകൾ നൽകിയിട്ടുണ്ട്. അത് സദ്വാർത്ത കേട്ടാലേ ഈ പ്രത്യാശ നമുക്ക് മനസ്സിലാവുള്ളൂ. അത് ഈ ലോകത്തിന്റെ വാഗ്ദാനങ്ങളല്ല, ലോകം തരുന്ന പ്രതീക്ഷകളല്ല, ഈ ലോകത്തിലെ സുന്ദരമോഹന സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരവുമല്ല. നിത്യജീവിതത്തെക്കുറിച്ചുള്ള, അനന്ത ജീവിതത്തെക്കുറിച്ചുള്ള, നിത്യമഹത്വം മക്കൾക്ക് ലഭിക്കുന്നതിനെ കുറിച്ചുള്ള ദൈവത്തിൽ തരുന്ന വാഗ്ദാനങ്ങൾ നമ്മിൽ ഉളവാക്കുന്ന, അഥവാ നമ്മിൽ ഈ വാഗ്ദാനങ്ങളുടെ ദൈവം നിറയ്ക്കുന്ന പ്രത്യാശ. ഈ പ്രത്യാശ മുറുകെ പിടിക്കാൻ യത്നിക്കുന്ന നമുക്ക് പ്രോത്സാഹനമാണ് അത്യുന്നതനായ നമ്മുടെ പിതാവിന്റെ വിശ്വസ്തത, ഈ വിശ്വസ്തതയുടെ പ്രഘോഷണം. അതുകൊണ്ട് ദൈവത്തിന് പ്രത്യാശിക്കുന്ന, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കാൻ ഹൃദയം തുറക്കുന്ന, ദൈവത്തിന്റെ വാഗ്ദാനം എന്തെന്ന് അറിയാൻ ആഗ്രഹിക്കുകയെങ്കിലും ചെയ്യുന്ന, ദൈവം തരുന്ന പ്രത്യാശകൾ എന്താണ് എന്നറിയാൻ ആഗ്രഹിക്കുകയെങ്കിലും ചെയ്യുന്ന ദൈവമക്കൾക്ക് ദൈവത്തിന്റെ വിശ്വസ്തതയുടെ ഈ പ്രഘോഷണം പ്രോത്സാഹനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രത്യാശ നമ്മുടെ ആത്മാവിന്റെ സുരക്ഷിതവും സുസ്ഥിരവുമായ നങ്കൂരം പോലെയാണ്. ഇത് ആത്മാവിനൊരു നങ്കൂരമാണ്, സുരക്ഷിതമായ സുസ്ഥിരമായ നങ്കൂരം. അപ്പോൾ എത്ര ശ്രേഷ്ഠമാണ് ഈ പ്രത്യാശ എന്ന് ചിന്തിച്ച്, ഈ പ്രത്യാശകൾ നാം സ്വന്തമാക്കണ്ടേ? ഈ പ്രത്യാശ നമുക്ക് തരാൻ ദൈവം തയ്യാറാണ്. നീ നിന്റെ ഹൃദയം തുറക്കണം, നീ ദൈവത്തെ കേൾക്കണം. ദൈവം ഒരുക്കിയിരിക്കുന്ന സദ്വാർത്ത
ഈ ലോകത്തിൽ ദൈവം നൽകുമ്പോൾ അത് കേട്ടാലല്ലേ ഈ പ്രത്യാശ എന്ന് മനസ്സിലാവുള്ളൂ. എങ്കിലും ഇത് പ്രത്യാശകളായി നിന്റെ ഉള്ളിൽ വസിക്കുകയുള്ളൂ. ഈ പ്രത്യാശ മുറുകെ പിടിക്കാൻ യത്നിക്കേണ്ടവനാണ് നല്ലത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവം വിശ്വസ്തനായതിനാൽ അവിടുത്തെ വിശ്വസിക്കുന്നതിൽ നമുക്ക് അഭിമാനിക്കാം, അവിടുത്തെ വിശ്വസിക്കുന്നതിൽ നമുക്ക് ആനന്ദിക്കാം. അവിടുത്തെ വാക്കുകളിലും പ്രവൃത്തികളിലും അവിടുത്തെ എല്ലാ പദ്ധതികളിലും ദൈവത്തിൻ്റെ എല്ലാ കാരുണ്യത്തിലും സ്നേഹത്തിലും ഒക്കെ വിശ്വസിക്കുന്ന നമുക്ക് അഭിമാനിക്കാം, ആനന്ദിക്കാം. കാരണം അവിടുന്ന് വിശ്വസ്തനാണ്. ജോയേൽ 2:23 സിയോൻ മക്കളെ ആനന്ദിക്കുവിൻ. അപ്പൊ നമ്മുടെ ആനന്ദം ദൈവത്തിലായിരിക്കണം. ഇന്ന് മനുഷ്യൻ അവൻ്റെ സമ്പത്തിൽ ആനന്ദിക്കുന്നു, അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങൾ ആനന്ദിക്കുന്നു, അല്ലെങ്കിൽ ഈ ലോകത്തിലെ മഹത്വത്തിൽ ആനന്ദിക്കുന്നു, അല്ലെങ്കിൽ അവൻ നേടിയ എന്തെങ്കിലും കാര്യങ്ങളിൽ ആനന്ദിക്കുന്നു, അല്ല അവൻ്റെ പ്രവൃത്തികളിൽ ആനന്ദിക്കുന്നു. ഇതെല്ലാം ക്ഷണികവും നാശോന്മുഖവും അപ്രസക്തങ്ങളുമാണ്. ദൈവത്തിലാണ് നാം ആനന്ദിക്കേണ്ടത്. നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുക. വേറെ ഒന്നിനും സന്തോഷിക്കാനല്ല ദൈവം പറയണേ. അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും. ഇതൊരു ഭൗതിക മഴയെക്കുറിച്ചല്ല പറയാം. പഴയതുപോലെ അവിടെ നിങ്ങൾക്ക് ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും സമൃദ്ധമായി പെയ്ച്ചു തരും. കാരണം ഈ ലോകത്തില് ദൈവവചന ക്ഷാമം വരുന്നതിനെ കുറിച്ച് പ്രവാചകന്മാർ വഴി ദൈവം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഈ ക്ഷാമമുള്ള സമയത്ത് ദൈവം അവിടുത്തെ മക്കൾക്കായി സമൃദ്ധമായി പെയ്ച്ചു തരും. ഫിലിപ്പി 4:4 നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുക. എന്താ കാരണം? അവിടുത്തെ വിശ്വസ്തന. അവിടുത്തെ സ്നേഹത്തിലും അവിടുത്തെ പ്രതിഫലം തരുന്നതിലും അവിടുത്തെ കാരുണ്യത്തിലും വാക്കുകളിലും പ്രവൃത്തിയിലും അവിടുത്തെ പദ്ധതിയിലും രക്ഷ നൽകുന്ന വാഗ്ദാനത്തിലും എല്ലാം നമ്മുടെ പിതാവായ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളെ എപ്പോഴും ദൈവത്തിൽ ആനന്ദിക്കണം. വേദനകളുണ്ടാകാം, ഭൗതികമായ കുറവുകളുണ്ടാകാം, ഒരുപക്ഷെ രോഗങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളുണ്ടാകാം. എന്തും മൂലം ആണെങ്കിലും സാത്താൻ ദൈവത്തിൻ്റെ ഒരു കുഞ്ഞിനെ അസ്വസ്ഥപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ, അവനെ തളർത്താൻ ശ്രമിക്കുമ്പോൾ ഓർക്കുക, അതിനപ്പുറത്ത് സർവശക്തനായ എല്ലാ തിന്മകളെയും നന്മയ്ക്കാക്കി മാറ്റാൻ കഴിയുന്ന, നിന്നെ സ്നേഹിക്കുന്ന, നിനക്ക് വേണ്ടി അധ്വാനിക്കുന്ന നിന്റെ സ്വന്തം പിതാവ്, സർവശക്തനായ ദൈവം ഉണ്ട്. ആ ദൈവത്തിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുക. അപ്പൊ ദൈവത്തിൽ ആനന്ദിക്കാൻ ദൈവത്തിന്റെ വിശ്വസ്തത നമുക്ക് പ്രോത്സാഹനമാകട്ടെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടുന്നു? വലിയ സമാധാനം ലഭിക്കുന്നു. ദൈവത്തിന്റെ വിശ്വസ്തത, എൻ്റെ പിതാവ് വിശ്വസ്തനാണ് എന്ന അനുഭവം നമുക്ക് സമാധാനം. ഫിലിപ്പി 4:6-7 ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. ആർക്ക്? ദൈവത്തിന്റെ വിശ്വസ്തത അനുഭവിച്ചറിയുന്നവർ. അല്ലാതെ ആകുലപ്പെട്ടുകൊണ്ടേയിരിക്കും. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. അപ്പൊ നമ്മുടെ ചിന്തയും നമ്മുടെ ഹൃദയങ്ങളെയും എല്ലാം കാത്തുകൊള്ളുന്നത്, യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളുന്ന ദൈവത്തിന്റെ സമാധാനം നമ്മുടെ എല്ലാ ധാരണയും അതിലംഘിക്കുന്നതാണ്, അറിവിനപ്പുറമാണ്. അത്ര വലിയൊരു സമാധാനമാണ് ദൈവത്തിന്റെ വിശ്വസ്തത നമുക്ക് നൽകുന്നത്. 1 പത്രോസ് 5:6 ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അങ്ങനെ നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ വിശ്വസ്തത നീ അനുഭവിക്കണം, അറിയണം. അപ്പോൾ ആകുലതകളില്ലാതെ, മുൻവിധികളില്ലാതെ, ഉത്കണ്ഠകളില്ലാതെ ദൈവത്തിന്റെ കരത്തിന് കീഴിൽ ശക്തമായ കരം. അവിടുന്ന് സർവശക്തനാണ്. അവിടുത്തെ ഉദ്യമങ്ങളെ, അവിടുത്തെ ലക്ഷ്യങ്ങളെ അസാധുവാക്കാനോ തടയാനോ ഒരു ശക്തിക്കും കഴിയില്ല. കാരണം അവിടുന്നാണ് എല്ലാറ്റിനേക്കാളും വലിയവൻ.
അതുകൊണ്ട് അവിടുത്തെ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ. തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. അതിൽ ദൈവം വിശ്വസ്തനാണ്. തക്ക സമയത്ത് ഉയർത്തുന്ന കാര്യത്തിൽ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് നമുക്ക് താഴ്മയോടെ ആയിരിക്കാം. 1 പത്രോസ് 4:19 ആകയാൽ ദൈവഹിതമനുസരിച്ചു സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സ്രഷ്ടാവിന് തങ്ങളുടെ ആത്മാക്കളെ ഭരമേൽപ്പിക്കട്ടെ. അപ്പൊ ദൈവഹിതമനുസരിച്ചുള്ള സഹനം. ഇവിടെ യേശു ക്രിസ്തു പറഞ്ഞു, എന്റെ നാമനിമിത്തം നിങ്ങൾ സർവ്വരോലും വെറുക്കപ്പെടും. അങ്ങനെ അനേകം കാര്യങ്ങൾ ദൈവത്തിൽ, ദൈവപുത്രനിൽ, വീണ്ടും ശരീരം ധരിച്ച് ഈ ഭൂമിയിൽ വരുന്ന ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് വരുന്ന സഹനങ്ങളെക്കുറിച്ച് യേശു ക്രിസ്തു അപ്പസ്തോലന്മാർ വഴി പരിശുദ്ധാത്മാവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതെല്ലാം എഴുതപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഏത് സഹനവും അത് ദൈവഹിതമനുസരിച്ചുള്ള സഹനമാണെങ്കിൽ അതിൽ ആനന്ദിക്കാൻ നമുക്ക് കഴിയണം. കാരണം അത് അനുവദിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. നമ്മെ രക്ഷിക്കുന്നതിൽ വിശ്വസ്തനാണ്. തന്റെ മക്കളോട് തന്റെ വാഗ്ദാനം നിറവേറ്റുന്നതിൽ വിശ്വസ്തനാണ്. തന്റെ കാരുണ്യത്തിലും സ്നേഹത്തിലും അവിടുന്ന് വിശ്വസ്തനാണ്. 1 യോഹന്നാൻ 3:20 നമ്മുടെ ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നെങ്കിൽ തന്നെ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും അവിടുന്ന് എല്ലാറ്റിനേക്കാളും വലിയവനാണ്. അവിടുന്ന് നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനുമാകയാൽ ഒന്നും മറക്കാൻ കഴിയില്ല അവിടുത്തെ മുമ്പിൽ. അവിടുത്തെ സന്നിധിയിൽ നാം സമാധാനം കണ്ടെത്തും. അവിടെ മാത്രമേ സമാധാനമുള്ളൂ. നമ്മുടെ പിതാവായ ദൈവത്തിൽ മാത്രമാണ് യഥാർത്ഥ സമാധാനം. ഇതിന് വലിയ പ്രസക്തിയുണ്ട്. വെളിപാട് 6:4 അപ്പോൾ തീക്കനലിന് നിറമുള്ള മറ്റൊരു കുതിര കടന്നു വന്നു. മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാറ് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ കുതിരപ്പുറത്തിരുന്നവന് അധികാരം നൽകപ്പെട്ടു. അവനൊരു വലിയ ഖഡ്ഗവും കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മളൊരു കാര്യം തിരിച്ചറിയണം. ദൈവം സമാധാനം ലോകത്തിൽ നിന്ന് പിൻവലിക്കുന്ന ഒരു കാലമുണ്ട്. ഈ സമയത്തിന്റെ പശ്ചാത്തലത്തിലാണ് യേശു ക്രിസ്തു പറഞ്ഞത്, പ്രവചിച്ചത്, ഭൂമിയിൽ സമാധാനവുമായിട്ടാണ് ഞാൻ വന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. സമാധാനമല്ല, വാൾ എന്ന് ഞാൻ പറയുന്നു. ഈ വചനം മനുഷ്യൻ പരിശോധിക്കാറേയില്ല. ഇത് ദൈവമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സമയമുണ്ട്. എന്നാൽ ആ സമയത്തും ദൈവത്തിന്റെ സമാധാനം ദൈവം അവിടുത്തെ മക്കൾക്ക് നൽകും. അതാ യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്ന പോലെ അല്ല ഞാൻ തരുന്നു. അപ്പോൾ ലോകം തരുന്ന സമാധാനമല്ല യേശു ക്രിസ്തു തരുന്ന സമാധാനം. അപ്പോൾ ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് മാത്രം സമാധാനം ഉള്ള ഒരു സമയം. അതാ ദൂതന്മാർ പാടിയത്. നമ്മൾ പാട്ട് പാടാറുണ്ട്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. അപ്പോൾ ദൈവത്തിന്റെ വിശ്വസ്തത അറിഞ്ഞ് അനുഭവിച്ച്, ദൈവപിതാവ് ആരെന്നറിഞ്ഞ്, അവിടുത്തെ പിതാവായി മഹത്വപ്പെടുത്തി, അവിടുത്തെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ട്, അവിടുത്തെ വിളിക്ക് ഉത്തരം നൽകി, അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന രക്ഷ സ്വന്തമാക്കാൻ അവിടുത്തെ പുത്രനിൽ വിശ്വസിച്ച് ഒരുങ്ങി കാത്തിരിക്കുന്ന ദൈവമക്കൾക്ക് സമാധാനം, നിത്യസമാധാനം നൽകുന്നവനാണ് അത്യുന്നതനായ ദൈവം. ഈ സമാധാനത്തിന്റെ വിളംബരം നടത്തുന്നവനാണ് സദ്വാർത്ത ദൂതൻ. യെശയ്യാ പ്രവാചന പുസ്തകം 52-ാം അധ്യായം 7-ാം തിരുവചനം വായിച്ചാൽ നമുക്കത് കാണാം. സദ്വാർത്ത പ്രഘോഷിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവന്റെ അവന്റെ പാദങ്ങൾ മലമുകളിൽ എത്ര മനോഹരം. അപ്പൊ സദ്വാർത്ത ദൂതനാണ് ഈ സമാധാനത്തിന്റെ പ്രഘോഷകൻ, നിത്യസമാധാനം. അപ്പൊ ദൈവത്തിന്റെ വിശ്വസ്തത നമുക്ക് തരുന്ന ഒരു നിത്യസമാധാനം. ഈ സമാധാനത്തിലേക്ക് ഓരോ ദൈവമക്കളെയും ഇന്ന്
ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനോട് ചേർന്ന് നമുക്ക് ദൈവത്തിൻ്റെ വിശ്വസ്തതയെ മഹത്വപ്പെടുത്താം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, വിശ്വസ്തത ധരിച്ചിരിക്കുന്ന അങ്ങയെപ്പോലെ ബലവാനായി ആരുണ്ട്? അതുകൊണ്ട് ദൈവത്തിൻ്റെ അനന്തമായ കരുണയും സ്നേഹവും വെളിപ്പെടുത്തുന്ന അവിടുത്തെ വിശ്വസ്തത അറിഞ്ഞനുഭവിച്ച് ആ പിതാവിലേക്ക് തിരിയാൻ, ആ പിതാവി അന്ത്യകാലത്ത് ഒരുക്കിയിരിക്കുന്ന നിത്യരക്ഷയുടെ വചനങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാനും, തങ്ങളെ തന്നെ ഒരുക്കി വീണ്ടും ശരീരം ധരിച്ചു വന്ന ദൈവപുത്രൻ എംപറർ ഇമ്മാനുവേൽ നമുക്ക് നൽകുന്ന നിത്യരക്ഷ സ്വന്തമാക്കാനും, ഓരോ ദൈവമക്കളെയും, ഈ രക്ഷയ്ക്ക് നിയോഗം ലഭിച്ചിരിക്കുന്ന ഓരോ ദൈവമക്കളെയും കർത്താവ് കരുണ തോന്നി അവിടെ ഹൃദയം തുറന്നു കൊടുത്ത് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അതിപരിശുദ്ധമായ നാമത്തിന് എല്ലായ്പ്പോഴും, എല്ലാ കാലത്തും, എല്ലാറ്റിലുമുപരി മഹത്വവും സ്തുതിയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ.